നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ പേ ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ഗൂഗിൾ പേ ഉപയോഗിച്ച് നമ്മൾ പണം പേയ്മെൻറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ സംഭവിക്കുന്ന ഒന്നാണ്, ഗൂഗിൾ പേക്കകത്ത് നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പല സമയത്തും അത് ഫെയിൽഡ് ആയിട്ട് വരാം. പണം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ പേയ്മെൻറ്റ് സംഭവിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ ഒക്കെ ട്രൈ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക. പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്, ഗൂഗിൾ പേക്കകത്ത് പണം പേയ്മെൻറ്റ് ചെയ്യാൻ വലിയ പ്രയാസമാണ്, പല സമയങ്ങളിലും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഫെയിൽഡ് ആകുകയാണ്, എന്താണ് അതിന് കാരണമെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു സെറ്റിങ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ പേയിൽ പണം പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫെയിൽഡ് ആകില്ല. ഞാനത് കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗൂഗിൾ പേ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഗൂഗിൾ പേക്കകത്ത് നിങ്ങൾക്ക് ഒരു ക്യാഷ് ബാക്കും കിട്ടില്ല. നിങ്ങൾ ഓരോ പേയ്മെൻറ്റിനും, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മൊബൈൽ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് എക്സ്ട്രാ ഫീസ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് പേയ്മെൻറ്റ് എക്സ്ട്രാ ചാർജ് വരികയും മാത്രമല്ല, നമുക്കൊരു ക്യാഷ് ബാക്ക് ഒന്നും കിട്ടാത്ത ഒരു ആപ്പാണ് ഗൂഗിൾ പേ. എന്നാൽ അധികം ആളുകൾ ഇപ്പോഴും ഗൂഗിൾ പേ ഉപയോഗിക്കുന്നുണ്ട്. ഗൂഗിൾ പേ ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന, ഒരു മാസം തന്നെ നിങ്ങൾക്ക് മൊബൈൽ റീചാർജ് ചെയ്യാൻ വരെ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരുപാട് UPI ആപ്പുകളുണ്ട്. ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു UPI ആപ്പ് ഉണ്ട്, നല്ല ക്യാഷ് ബാക്ക് കിട്ടുന്ന ആപ്പാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അതിനകത്ത് നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാൻ, കറണ്ട് ബില്ല് അടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സൗകര്യമുണ്ട്. സെയിം ഗൂഗിൾ പേക്കകത്ത് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഗൂഗിൾ പേക്കകത്ത് പണം പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫെയിൽഡ് ആകുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ആദ്യം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ നമുക്ക് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈല് കാണും. ഈ കാണുന്നത് ചില ആളുകളുടെ ഗൂഗിൾ പേക്കകത്ത് ഏറ്റവും മുകളിൽ വലതുഭാഗത്തുള്ള പ്രൊഫൈലിലായിരിക്കും ചെയ്യേണ്ടത്. ഈ പ്രൊഫൈലിലായിരിക്കും ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു മൊബൈൽ ഫോൺ, അത് താഴെയുള്ള ഈ പ്രൊഫൈലിനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ മുകളിലായിട്ട് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ബാങ്കുകളൊക്കെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ബാങ്ക് ആണെങ്കിൽ ആ ബാങ്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാങ്ക് ഏതാണെങ്കിൽ ആ ബാങ്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് മാനേജ് UPI IDs എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി UPI ID ആഡഡ് എന്നുള്ള ഓപ്ഷനാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഒരു UPI ID ഇവിടെ പ്രത്യേകം സെലക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഫെയിൽഡായി പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഭാഗത്ത് നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ 3 UPI IDകൾ കാണാൻ സാധിക്കും. ഒന്ന് ICICIയുടെയും, അതുപോലെ തന്നെ ഒന്ന് SBIയുടെയും, അതുപോലെ തന്നെ ഒന്ന് HDFCയുടെയും ബാങ്കിൻ്റെയൊക്കെ കാണാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒരു UPI ID നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സെറ്റിങ്സ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണാം, മാനേജ് UPI നമ്പേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ ഓൾറെഡി നമ്മുടെ UPI മൊബൈൽ നമ്പർ ഇവിടെ കാണിക്കും. ഇവിടെ അവസാനം കാണുന്ന ഈ പ്ലസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ UPI നമ്പർ ഈസ് റെഡി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. താഴെ ഗോട്ട് ഇറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നമ്പറായിരിക്കും ഇവിടെ UPI ID നമ്പറായിട്ട് കാണാൻ സാധിക്കുക. ഇത്രയും 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ ഗൂഗിൾ പേ അകത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഫെയിൽഡ് ആകുന്നത് നിങ്ങൾക്ക് ഇതിലൂടെ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.